സിമ്പിളായിട്ടൊരു ചിക്കൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടാലോ? ഇന്നിപ്പോൾ നമ്മൾ ചിക്കൻ ഒന്ന് വറുത്തതിന് ശേഷമായിട്ട് കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ അത്ര മുരിയേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. ദെൻ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി വന്ന എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് സവാളയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളി ഇഞ്ചിയും പേസ്റ്റും പിന്നെ ലേശം കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് ബാക്കി പൊടികളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയും പിന്നെ ചിക്കൻ മസാല കൂടി ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. നമുക്ക് പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഇനി തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള അത്ര വെള്ളം കൂടി ഇതിലൊക്കെ ഒഴിച്ചു കൊടുക്കാം. then ലേശം ഉപ്പ് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ലേശം മല്ലിപ്പൊടി മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അതിനുശേഷം ചെറിയൊരു തിള വന്ന് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ എല്ലാം ഇതിലേക്ക് ഇട്ടതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ലാസ്റ്റ് ആയിട്ട് നമുക്ക് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. മല്ലിയില കൂടി ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ചിക്കൻ കറിയുടെ പരിപാടി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാവേ.